മലയാളികളുടെ ഗ്രഹാതുരത്വ സ്മരണകളെ ഒരിക്കൽ കൂടി കുട്ടിയുണർത്തിക്കൊണ്ട് പുതിയൊരു പൊന്നോണക്കാലം വരവായിരിക്കുകയാണ്. ഓണം വെറും ഒരു ആഘോഷമല്ല, ഒരു ഉത്സവവുമല്ല. അത് നമ്മളെപ്പോലെയുള്ള ഓരോ മലയാളികളുടെ ജനതഘടനയിൽ തുന്നിച്ചേർത്തിട്ടുള്ള ഒരു വികാരമാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ വേരുകൾ വെച്ച് പിടിപ്പിക്കാതെ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ജനത ഒന്നാകെ തങ്ങളുടെ സാംസ്കാരികമായ സ്വാർത്ഥബോധം തിരിച്ചറിയുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ചിങ്ങമാസത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്. ഇത് ഒത്തുചേരലിന്റെ നാളുകളാണ്. പഞ്ചകർക്കിടകം ബാക്കി വെച്ചിട്ട് പോയ കൊടിയ ദാരിദ്ര്യത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഇല്ലായ്മകളെല്ലാം മറന്ന് ഓണനാളുകൾ സന്തോഷത്തിൻ്റെതാകാൻ മലയാളികൾ കാത്തിരിക്കുന്നയിടത്താണ് ഓണം കുറച്ചുകൂടി മനോഹരമാകുന്നത്. കാലചക്രം ഉരുണ്ട് നീങ്ങുമ്പോൾ കേരളം എന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് മനസ്സോടെയോ മനസ്സില്ലാതെയോ മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ട മലയാളികൾക്ക് ഏത് നാട്ടിലാണെങ്കിലും എത്ര ദൂരത്താണെങ്കിലും ഓണം എന്ന നമ്മുടെ ദേശീയോത്സവത്തെ പറിച്ചു മാറ്റാനാവില്ല എന്ന് കാണിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കൂടിവരവ്. ഓണസദ്യ പോലെ തന്നെ ഓരോരുത്തരും ഒന്നിച്ച് പങ്കിടുകയും പരസ്പരം കരുതലും സ്നേഹവും കാട്ടുകയും ചെയ്യുന്നതിലാണ് ഈ ഉത്സവത്തിൻ്റെ സൗന്ദര്യം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാരവും ഇത് തന്നെയാണ്, സ്നേഹത്തിൽ ഒന്നാകുക എന്ന സന്ദേശം. ബാംഗ്ലൂർ കൊത്തനൂർ ഇമ്മാനുവൽ മാർത്തോമ ഇടവക നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കൺകുളിർക്കെ കണ്ടറിയാം. കൊത്തന്നൂർ ഇമ്മാനുവൽ മാർത്തോമ ഇടവക നേതൃത്വം നൽകുന്ന ആർപ്പോ 2025 നിങ്ങൾ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ജനതയുടെ സംസ്കാരം അവരുടെ ദൈവഭക്തിയിൽ സംസ്കാരം വേറില്ലാത്ത വൃക്ഷം പോലെ ആകുന്നു. ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുവാനായി റെവറൻ MC ജോഷുവ അച്ഛനെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഐക്യതയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഓർമ്മയെ കൊണ്ടാടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കരുതുവാനും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കർത്താവെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവിൻ്റെ ആ നല്ല പാതകളെ പിന്തുടരുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ സന്തോഷിക്കുന്നത്, ഞങ്ങൾ ആനന്ദിക്കുന്നത് കർത്താവ് ഈ ബോധം ഊട്ടി ഉണർത്തുന്നുണ്ട്. മറ്റുള്ളവരെ കരുതുന്നതിനുള്ള ആഹ്വാനമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പരിപാടികളെല്ലാം അനുഗ്രഹപ്രദമായി തീരണമേ. സാന്നിധ്യബോധം കൊണ്ടും നിറയ്ക്കണമേ. യേശു തമ്പുരാൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. മഹിമ വെറും അലങ്കാരത്തിലും പരിപാടികളിലും മാത്രമല്ല, പക്ഷെ ദിവസങ്ങളോളം പിന്നാമ്പുറത്ത് നടത്തിയ അധ്വാനത്തിലുമാണ്. ആ അധ്വാനത്തിന്റെ മുഖമായ നമ്മുടെ ആർപ്പോ 2025 കൺവീനറുമായ ശ്രീ സുമോജ് മാത്യു അങ്കിളിനെ സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനമുള്ള നമ്മുടെ വികാരി ജിജു ജോസഫ് അച്ഛൻ, MC ജോഷു അച്ഛൻ, പ്രമിനച്ഛൻ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ജോൺ മാത്യു അങ്കിൾ, അതുപോലെ നമ്മുടെ സെക്രട്ടറി ബിജു തോമസ് സർ, കൺവീനർ ബിന്ദു മാണി, വന്നു ചേർന്നിരിക്കുന്ന മാതാപിതാക്കളെ, കുട്ടികളെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഓണമെന്ന് പറയുന്നത് ഓരോ മലയാളിയെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു റൂട്ടാണ്. നമ്മൾ നാട് വിട്ട് മറുനാട്ടിലെത്തി ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങൾ അയവിറക്കാൻ നമുക്ക് കിട്ടുന്ന ഒരവസരമാണ് ഓണക്കാലം. നമ്മൾ ചർച്ചയായിട്ട് നമ്മളിന്ന് ഓണം ആഘോഷിക്കുമ്പോൾ ഓണത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും ഒരു ഓണാശംസ നേരുന്നു. ഇവിടെ വന്നുകൂടിയ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട്
നമ്മുടെ വികാരിയായിട്ടുള്ള ജിജു ജോസഫ് അച്ഛനെ ഞാൻ ഈ ആർപ്പോ 2005 നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സീനിയർ അച്ഛനായിട്ടുള്ള MC ജോഷു അച്ഛനെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യുവജന സഖ്യത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രമിനായി വേങ്ങൽ അച്ഛനെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ജോൺ മാത്യു അങ്കിളിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പള്ളിയുടെ സെക്രട്ടറി ബിജു തോമസ് സാർ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ കൺവീനർ ബിന്ദു മാണി, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ കൈസ്ഥാന സമിതി അംഗങ്ങൾ, അവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ, യുവജന സഖ്യം, സേവിയ സംഘം, യങ് കപ്പിൾ ഫെലോഷിപ്പ്, ഇടവ മിഷൻ, കൊയർ, ഇതിൻ്റെ ഭാരവാഹികളെയും മെമ്പർമാരെയും എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഇടവജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അതിഥികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അങ്കിൾ. നമ്മുടെ പള്ളിയുടെ ആത്മീയ യാത്രയിൽ കഴിഞ്ഞ 2 വർഷമായി ഉറച്ചു നിന്ന സാന്നിധ്യവും കരുത്തുമാണ് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ നമ്മുടെ അച്ഛനെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഇടവക ചുമതലക്കാരെ, ഇതിൻ്റെ കൺവീനേഴ്സ്, ഇവിടെ ആയിരിക്കുന്ന ഇടവക ജനങ്ങളെ, വിശ്വാസ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഓണം മലയാളികളുടെ ഉത്സവമാണ്. ഓണം ഒരു രാജാവിൻ്റെ കഥയാണ് പറയുന്നത്. ആ രാജാവിൻ്റെ വിനയവും അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സ്നേഹവും ഓർമ്മപ്പെടുത്തുന്ന മഹത്തായ സന്ദേശമാണ് ഓണത്തിൽ എല്ലായ്പ്പോഴും പ്രഘോഷിക്കപ്പെടുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഓണം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിന് വലിയ സത്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതൊരു പങ്കിടീലിൻ്റെ ഉത്സവമാണ്. ഫെസ്റ്റിവൽ ഓഫ് ഷെയറിംഗ്. ക്രിസ്തുവിലുള്ള സ്നേഹവും അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് പങ്കിടുമ്പോഴാണ് അത് ഏറ്റവും വിലപ്പെട്ടതായിട്ട് മാറുന്നത്. ഓണത്തിൽ അതാണ് പങ്കിടുന്നത്. മക്കൾ മാതാപിതാക്കൾക്ക് ഓണക്കോടി നൽകുന്നു, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നു, വിഭവങ്ങൾ പലരുമായിട്ട് പങ്കിടുന്നു. എല്ലാവരും ചേർന്നുള്ള ഓണസദ്യ
ഇതെല്ലാം പങ്കിടലിനെ ഓർമ്മിപ്പിക്കുകയാണ്. വലിയ ക്രിസ്ത്യൻ മെസ്സേജാണ് ഇതിലൂടെ നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. 2, ഇതൊരു സമൃദ്ധിയുടെ ഉത്സവമാണ്. ഫെസ്റ്റിവൽ ഓഫ് പ്രോസ്പിരിറ്റി. നമ്മുടെ നാട്ടിലൊക്കെ പാടം, നെല്ല് ഒക്കെ വിളഞ്ഞു കഴിഞ്ഞ സമയത്ത് കൊയ്ത്ത് നടത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമൃദ്ധി, ആ സമൃദ്ധിയുടെ സന്തോഷമാണ് ഈ ഫെസ്റ്റിവൽ കാണാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഈ സമൃദ്ധിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ക്രിസ്തുവിൻ്റെ സമൃദ്ധി നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സമൃദ്ധിയുടെ വാഹകരായി തീരാനായിട്ട് സാധിക്കും. 3, ഈ ഉത്സവം നമുക്ക് നൽകുന്ന സന്ദേശം ഹംബിൾനെസ്സിൻ്റെ ഒരു ലെസൺ ആണ്. ഫെസ്റ്റിവൽ ഓഫ് ഹ്യൂമിലിറ്റി. മഹാബലി രാജാവ് കേരളം നാടുവാണിരുന്ന ആ സമയത്ത് അധികാരമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വാമനൻ വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാം വിട്ടു നൽകിയതായ രാജാവിനെ കാണാനായിട്ട് സാധിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തു ഈ ദാസരൂപം സ്വീകരിച്ച് വിനയത്തിൻ്റെ പ്രതീകമായി തീർന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഓണം നമ്മളെ അഹങ്കാരത്തിലേക്കല്ല വിളിക്കുന്നത്, പിന്നെയോ വിനയത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു യൂണിറ്റിയാണ്, ഫെസ്റ്റിവൽ ഓഫ് യൂണിറ്റി. ഇവിടെ മതവും ജാതിയും വർഗവും ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല. മലയാളികളായ എല്ലാവരും ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, യഹൂദനെന്നില്ല, യവനനെന്നില്ല, അടിമയും സ്വതന്ത്രനുമില്ല, പുരുഷനും സ്ത്രീയുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നാണ്. ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന കുടുംബത്തിൻ്റെ മനോഹാരിതയാണ് ഈ ഓണത്തിൽ കാണാൻ സാധിക്കുന്നത്. ഐക്യത്തിൻ്റെ പ്രതീകം. അത് ഭക്ഷണത്തിലും അലങ്കാരത്തിലും മാത്രം ഒതുങ്ങിപ്പോകാതെ പങ്കിടലിലും സത്യസന്ധമായ സമൃദ്ധിയിലും വിനയത്തിലും ഐക്യത്തിലും രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഓണം സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഭവമായിട്ട് തീരട്ടെ. നമ്മുടെ ഓണസദ്യയിലെ വിഭവങ്ങൾ നോക്കുമ്പോഴറിയാം എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഞാൻ പറയും, എല്ലാ ദിവസവും നമുക്കെല്ലാവർക്കും ഓണമായിരിക്കട്ടെ, ഓണത്തിൻ്റെ അനുഭവങ്ങളായിരിക്കട്ടെ, ഓണത്തിൻ്റെ രുചിയായിരിക്കട്ടെ, ഓണത്തിൻ്റെ വിഭവങ്ങളായിരിക്കട്ടെ. ഈ സന്തോഷം നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും കൂട്ടായ്മകളെയും രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കട്ടെ. ഇന്ന് ഈ ഇടവക ഇത്തരത്തിൽ ഒരു ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ആളുകളുടെയും പങ്കാളിത്തമുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. സൺഡേ സ്കൂൾ കുട്ടികൾ, യുവജനങ്ങൾ, സേവികാ സംഘാംഗങ്ങൾ, ഇടവ മിഷൻ, യങ് കപ്പിൾസ്, സീനിയർ സിറ്റിസൺ എല്ലാവരും ഇതിനകത്ത് പങ്കുചേരുന്നു. ഇടവക ചുമതലക്കാരും കൈസ്ഥാന സമിതിയും ഒരുപോലെ നിന്ന് പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ കൺവീനേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മിസ്സസ് സുമോജും മിസ്സസ് ബിന്ദുമാണിയും അവരുടേതായ തലത്തിൽ കഠിനമായ അധ്വാനങ്ങൾ ഈ കാര്യങ്ങൾ ഭംഗിയാക്കുന്നതിൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ മീറ്റിംഗ്, ഈ കൾച്ചറൽ പ്രോഗ്രാമുകൾ, തുടർന്ന് നടക്കുന്ന സദ്യ എല്ലാവർക്കും ഒരു മെമ്മറബിൾ ഇവൻ്റായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് മാവേലി നാടു വാണിടും കാലം. അറിയാത്തവരുണ്ടോ? അപ്പം നമുക്കത് ചേർന്ന് പാടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഉറക്കെ പാടാം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം, ആർപ്പോയ് ആർപ്പോയ്
നിങ്ങള് ബന്നൊക്കെ കഴിച്ച് ആരോഗ്യമുള്ളവരാണ്. ആർപ്പോ എന്ന് പറയുമ്പോൾ അതിന്റെ മറുപടി എന്താ വേണ്ടേ? അപ്പൊ ഉറക്കെ പറയണം. ഇത് അങ്ങ് കൊത്തന്നൂർ ജംഗ്ഷനിൽ കേൾക്കണം. ആർപ്പോയ്, കേട്ടില്ല? ആർപ്പോയ്, ഇറ കേട്ടില്ല? ആർപ്പോയ്. നീ രണ്ടായിട്ട് പറയാം. ഇവിടെ പറയണേ. ആർപ്പോയ്, ഇവിടെ ആർപ്പോയ്. എല്ലാവരും ചേർന്ന് ആർപ്പോയ്. താങ്ക് യു. ഇന്ന് തെളിയിക്കുന്ന ദീപം ഒരു ജ്വാല മാത്രമല്ല, ക്രിസ്തുവിന്റെ പ്രകാശം നമ്മിലേക്ക് പ്രകാശിക്കുന്നതിൻ്റെയും പ്രതീകമാണ്. ഈ ദീപം തെളിയിക്കുമ്പോൾ അവന്റെ പ്രകാശത്തിൽ നടക്കാനും സ്നേഹവും വിശ്വാസവും പ്രത്യാശയും എല്ലായിടത്തും വിതറാനും അത് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ സഭയുടെ ആപ്തവാക്യമായ ലൈറ്റ് ടു ലൈറ്റൻ എന്ന വാക്യം പോലെ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാനായി നമുക്ക് സ്വയം പ്രകാശിതരാകാം. ദീപം തെളിക്കുവാനായി ബഹുമാനപ്പെട്ട റവറൻ MC ജോഷു അച്ഛനെ, റവറൻ ജിജി ജോസഫ് അച്ഛനെ, റവറൻ പ്രമിൻ അച്ഛനെയും കൺവീനേഴ്സിനെയും വൈസ് പ്രസിഡന്റിനെയും സെക്രട്ടറിയും ക്ഷണിച്ചുകൊള്ളും. കണ്ണനയിക്കുന്ന ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. നമ്മുടെ നാട്, നമ്മുടെ വീട്, കുടുംബം, സുഹൃത്തുക്കൾ, അതിൻ്റെയൊക്കെ ഒത്തുചേരലുകൾ, ഇതെല്ലാം ഒരിക്കലെങ്കിലും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓർമ്മയിൽ കടന്നുകൂടാതിരിക്കില്ല. യുവജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയോടുകൂടി നിർവഹിക്കുകയും യുവജനങ്ങൾക്ക് മറക്കാനാവാത്ത ബൈബിൾ സെഷൻസ് നടത്തുകയും ചെയ്യുന്ന നമ്മുടെ യുവജന സഖ്യത്തിന്റെ ഔട്ട്സൈഡ് കേരള അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രിയങ്കരനുമായ റവറൻ പ്രമിൻ വേങ്ങലച്ചനെ ഒരു പറ്റം ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കുവാനായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ഓർമ്മകൾ പറയണമെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നുകൊണ്ട് ഒരു ഓർമ്മയും ഇപ്പം എൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണം, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഒരു ഓർമ്മയെക്കുറിച്ചും ഞാൻ ഓണവുമായിട്ട് ബന്ധമില്ലാത്തൊരു ഓർമ്മ പറയാം, എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞിരിക്കാം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പേരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് എൻ്റെ അമ്മ വന്നപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നാക്കിന് യാതൊരുവിധ ലൈസൻസും ഇല്ലാത്ത എൻ്റെ ഒരു സുഹൃത്ത് അവൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ആൻറ്റി പ്രമിൻ പ്രേമിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ ആൻറ്റി അവന് പ്രമിൻ എന്ന് പേരിട്ടായിരുന്നു. ഓക്കെ, അതുപോലെ എൻ്റെ ജീവിതം തകരാൻ. വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ കാര്യമായ അവൻ ഒന്നും അറിയാതെ അങ്ങനെ പറയത്തില്ല, എന്തെങ്കിലും ഉണ്ടോ എന്ന് അമ്മേനോടൊന്ന് ചോദിക്കണ്ടായി. അപ്പം ഈ പേര് ഭയങ്കര പ്രശ്നമാണ്. മഹാബലിയുടെ ശരിക്കുള്ള പേരെന്താന്ന് എത്ര പേർക്ക് അറിയാം? ആർക്കും അറിയില്ല. കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്നവർത്താണ് ചോദ്യം ചോദിച്ചത്. മഹാബലിയുടെ യഥാർത്ഥ പേര് ആർക്കെങ്കിലും അറിയാം? കണക്ട് ചെയ്താൽ മതി. കൺവീനർക്ക് കുറച്ചൊക്കെ അറിയാം, പകുതി പറഞ്ഞു. ആരുമില്ല? കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ബീജാനെ കൊണ്ട് ഞാൻ സമ്മാനം വാങ്ങിച്ചു തരാം. പക്ഷേ വേറൊരു പേരാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കറക്റ്റ് മഹാബലിയുടെ ഒരു പേര് പറയുമ്പം, ഓർഡർ പറയുമ്പം
വേറൊരു പേരാണ് പറയുന്നത്. ഓക്കെ, ഇന്ദ്രസേനൻ എന്നാണ് യഥാർത്ഥത്തിൽ മഹാബലിയുടെ പേര്. ഓക്കെ, ഇന്ദ്രൻ എന്ന് വരെ ബാക്കിൽ എനിക്ക് ഉത്തരം കിട്ടി. സോ ഇന്ദ്രസേനൻ. ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാബലിയുടെ പേരല്ല മഹാബലി, അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രസേനൻ എന്നാവുകയും അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം ഒരു പേര് സൃഷ്ടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് യഥാർത്ഥ പേര് മറക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ ജീവിതത്തിന്റെ ഫലമായി ഒരു പേര് നാം ഇന്ന് ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു മഹാബലിയുടെ, അദ്ദേഹം നടത്തിയ വലിയൊരു ബലിയുടെ ഓർമ്മയാണ് നമ്മൾ കൊണ്ടാടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തി അതായിരിക്കണം നമ്മുടെ പേരിനാധാരം. അതായത് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ചു തീർക്കുമ്പോൾ നമുക്കിട്ട പേരിനപ്പുറമായി പറയാൻ ഒരു പേര് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ അർത്ഥം. അത് ഈ ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പേരിന് വിശാലമായ അർത്ഥങ്ങൾ തീർക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കിടയാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വേറൊരു ഓർമ്മയും പറയാൻ ശ്രമിക്കാതെ ഞാൻ ഇരിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആർപ്പോ 2025 ഏറ്റവും ആവേശകരമായ സമയം എത്തിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരും കൺവീനേഴ്സും ഇടവക ഭാരവാഹികളും ദയവായി പ്രേക്ഷകരോടൊപ്പം ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കണ്ണൂർ ഇടവക നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാം. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ആർപ്പോ 2025. ആദ്യകാലത്ത് സിറിയൻ ക്രിസ്ത്യൻ പുരുഷന്മാർ വിശ്വാസത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്ന മാർഗംകളി പിന്നീട് സ്ത്രീകളുടെ നൃത്തമായി മാറി. ഭക്തിയും പാരമ്പര്യവും കഥാപ്രസംഗവും ഒത്തുചേരുന്ന ഈ കലാരൂപം കേരളത്തിന്റെ സാംസ്കാരിക പരിവർത്തനവും സമൂഹത്തിന്റെ ആത്മീയ പൈതൃകവും വിളിച്ചോതുന്നു. ഹർഷാരവത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം കൊത്തന്നൂർ ഇമ്മാനുവൽ മാർത്തോമ സൺഡേ സ്കൂളിന്റെ ചുണക്കുട്ടികളെ. ഓണത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ ഇവരുടെയും മനസ്സിൽ കടന്നു വരുന്നത് ഓണപ്പാട്ടുകളാണ്. ഈ ഓണവും അതുപോലെ ഒരു പറ്റം നല്ല പാട്ടുകൾ നമുക്കായി സമ്മാനിക്കുവാനായി എത്തുന്നു ഇമ്മാനുവൽ മാർത്തോമായുടെ സേവികാ സംഘാംഗങ്ങൾ. ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം.
വന്നവർക്ക് വേണ്ടി ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ആരും പ്രതീക്ഷിക്കാത്തൊരു സൂത്രം. ശ്രീമാനും ശ്രീമതിയും നമ്മളുടെ ഇടയിൽ നിന്നും ഇന്ന് ഇവിടെ അണിഞ്ഞൊരുങ്ങി വന്നവരിൽ നിന്ന് പോളിലൂടെ ഇന്നത്തെ ശ്രീമാനും ശ്രീമതിയും തിരഞ്ഞെടുക്കപ്പെടും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: 11 മണിക്ക് പള്ളിയുടെയും മറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഗ്രൂപ്പിൽ ലഭിക്കുന്ന ഗൂഗിൾ ഫോം ലിങ്കിൽ വേഷധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രം നന്നായി ഒരുങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുടെ പേര് ടൈപ്പ് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക. ഒരുപക്ഷെ ആ ആളുടെ പേര് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അവരോട് പോയി അവരുടെ പേര് അന്വേഷിച്ച് ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പ്രായം ഇവിടെ ഒരു മാനദണ്ഡമല്ല. പക്ഷപാതം ഒഴിവാക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിനായി ഒരു ക്യാമ്പയിനിങ്ങും അനുവദിക്കുന്നതല്ല. അപ്പോൾ ഐ ബിലീവ് ദ ഫോംസ് ഹാവ് ഓൾറെഡി റീച്ച്ഡ് എല്ലാവരുടെയും ഗ്രൂപ്പിൽ, ആരുടെയിലൊക്കെ ഗ്രൂപ്പിൽ. ഇഫ് ദർ ആർ പീപ്പിൾ ഹു ഹാസൻ റിസീവ്ഡ് ഇറ്റ്, പ്ലീസ് ഗോ അറൗണ്ട് ആൻഡ് ആസ്ക് ഫോർ ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ആൻഡ് വോട്ട് ഫോർ സംബഡി ഹു യു നോ. Or even if you don't know them, please go and ask their name and vote for them. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മുടെ പള്ളിയുടെ സ്വന്തം കൊച്ചു കൺമണികൾ നമുക്ക് വേണ്ടി എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. Let us give them a huge round of applause and welcome the junior kids of our Sunday school for a fantastic dance performance. பறக்கண பூவே 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 கலரா விட்டே சிரி 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 சிரிக்கண சுண்டே 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 அவரா விட்டே முல்லை 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 முடி மேல மண பறக்கண மெல்ல 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 மெல்லகான கரையில கண்ண மெல்ல 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 ரப்பானா இல நிரப்பன மருஜிவா கிரிவா ஏத்து மூடு அத்தம் மூடு ஏத்து மூடு உக்கல மூடு ஏத்து மூடு முண்டு மூடு மூடு சாதி மூடு ஏத்து மூடு சத்திய மூடு ஏத்து மூடு ஆயச மூடு ஏத்து மூடு பட்ட மூடு ஏத்து மூடு ஒன மூடு ஏத்து மூடு ஏத்து மூடு கல மூடு ஏத்து மூடு மூடு ஏத்து மூடு சாதி மூடு ஏத்து மூடு சத்திய மூடு ஏத்து மூடு ஆயச மூடு ஏத்து மூடு பட்ட மூடு ஏத்து மூடு ஒளி மூடு. Please give a louder round of applause for our talented listeners. ഇപ്പോൾ
മലയാള കവിതയുടെ മാധുര്യം നിറഞ്ഞ ഒരു പാരായണം അവതരിപ്പിക്കുവാൻ ശ്രീ സാമഡിക്കുല അങ്കിളിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. മലയാള സാഹിത്യത്തിന്റെ സൗന്ദര്യവും കവിതയുടെ സംഗീതവും നിറഞ്ഞ ഒരു യാത്രയിലേക്ക് പോകാൻ നമുക്ക് ഒരുങ്ങാം. എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട്, പുറം കണ്ണ് തുറപ്പാൻ പുലർവേളയിൽ അംസുമാൻ, പുറം കണ്ണ് തുറപ്പാൻ പുലർവേളയിൽ അംസുമാൻ, അകം കണ്ണ് തുറപ്പാൻ ആശാനെത്തണം ബാല്യത്തിൽ, അകം തുറപ്പാൻ ആശാനെത്തണം ബാല്യത്തിൽ. ഏവർക്കും നല്ലൊരു ടീച്ചേഴ്സ് ഡേ, വിദ്യാഭ്യാസ ദിനം. ഇന്ന് നമ്മുടെ ജോഷാച്ചൻ പറഞ്ഞതുപോലെ ഇന്ന് വിദ്യാഭ്യാസ ദിനമാണ്. അതിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്ന് പല കാര്യങ്ങൾ പലതുകൊണ്ടും ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഒരു പുണ്യദിനമായിട്ട് കണക്കാക്കാം. നമ്മുടെ പ്രമീണച്ചൻ പറഞ്ഞത് മഹാബലിയെക്കുറിച്ചാണ്. ജോഷാച്ചൻ പറഞ്ഞത് വിദ്യാഭ്യാസ ദിനത്തെക്കുറിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പുറം കണ്ണ് തുറപ്പാൻ പുലർവേളയിൽ അംസുമാൻ, അകം കണ്ണ് തുറപ്പാൻ ആശാനെത്തണം ബാല്യത്തിൽ. ഗൂതാൻ അന്ധകാരം താൻ രൂതാൻ തന്നിരോധകം. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്, രു എന്ന് പറഞ്ഞാൽ തന്നിരോധകം. ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരം മാറ്റുന്നവനായിരിക്കണം ഗുരു. മഹാബലിയെക്കുറിച്ച് പ്രമീണച്ചൻ പറഞ്ഞു. ഏറ്റവും വലിയ മഹാബലി എന്ന് പറയുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ജീവനർപ്പിച്ച് ഇന്നും ഉയർത്തി ജീവിക്കുന്ന മഹാബലിയായ ക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. ആ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മഹാബലിയെക്കുറിച്ച് ഒരു ചെറിയൊരു കവിത അവതരിപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മുത്തശ്ശി കഥ പോലെ കുഞ്ഞുനാൾ മുതൽ ഏവരും കേട്ടിട്ടുള്ള ഒരു വേദപുസ്തക ഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് എൻ്റെ കവിത. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നാണ് ഇതിൻ്റെ ഇതിവൃത്തം. ആദാമിനെയും ഹവ്വായെയും കായീനെയും ഹാബേലിനെയും കേൾക്കാത്തവർ ആരും കാണുകയില്ല. ആദിമാതാവും പിതാവുമായി ഹവ്വയും മാതാവും, ആദിമാതാവും പിതാവുമായി ഹവ്വയും മാതാവും കായീനു ജന്മം കൊടുത്തപ്പോൾ പിന്നെ ഹാബേലൊന്നു ഒരോമനയ്ക്കും താതിനും പിതാവുമായവർ ദൈവേച്ഛയാൽ കാലചക്രം മെല്ലെ മെല്ലെ തിരിയവേ ആ പിഞ്ചുമക്കൾ വളർന്നു യുവാക്കളായി. കർഷകനായി മാറി കായീൻ, എന്നാൽ ഹാബേൽ ആട്ടിടയനായി മാറി. കായീനൊരിക്കൽ വിളവിനൊരു ഭാഗം അർപ്പിച്ചു കാഴ്ചയായി കർത്തൻ സന്നിധി. ഏറ്റവും നന്നായി കൊഴുത്തൊരു കുഞ്ഞാടിനെ ഹാബേൽ സമർപ്പിച്ചു ദൈവപാദങ്ങളിൽ. ദൈവം ഹാബേലിൻ്റെ കാഴ്ചയിൽ പ്രീതിതനായി. കായീനിൽ തെല്ലും പ്രസാദിച്ചില്ല ഈശ്വരൻ. ദൈവം ഹാബേലിൻ്റെ കാഴ്ചയിൽ പ്രീതിതനായി. കായീനിൽ തെല്ലും പ്രസാദിച്ചില്ല ഈശ്വരൻ. കോപാഗ്നനായി പല്ലുറുമ്മി കായീൻ തൻ്റെ സോദരനെ നോക്കി എന്തോ ഉറച്ചപോൽ. കോപാഗ്നനായി പല്ലുറുമ്മി കായീൻ തൻ്റെ സോദരനെ നോക്കി എന്തോ ഉറച്ചപോൽ.
കറുത്തതെന്തേ നിൻമുഖം, കോപിച്ചിരിക്കുന്നതെന്തേ കായീനേ നീ? കീഴടക്കൂ പാപതുല്യ മുഖയും, നന്മ ചെയ്കിൽ നീയും സ്വീകാര്യനാകും. കീഴടക്കൂ പാപതാൽപര്യമൊക്കെയും, നന്മ ചെയ്യിൽ നീയും സ്വീകാര്യനായിടും. സ്നേഹം നടിച്ചു പിടിച്ചുകൊണ്ട് കായേൻ തൻ്റെ സോദരനെ ചേർത്തു ചെന്നു വയലിൽ. അതിൽ സ്നേഹം നടിച്ച് പിടിച്ച് കായേൻ തൻ്റെ സോദരനെ ചേർത്തു ചെന്നു വയലതിൽ. മാടപ്രാവു പോൽ ശുദ്ധനാം ഹാബേലിനെ തൻ ജീവനെടുത്തു കായീൻ അതിക്രൂരമായി. വാനവും ഭൂമിയും മൗനം ഭജിക്കവേ ദൈവമാരാഞ്ഞു, എവിടെ നിൻ സോദരൻ? കായീൻ പൊഴിഞ്ഞു അറിയില്ല തന്നല്ല ഞാനോ സോദരൻ തൻ കാവൽക്കാരനോ. കായീൻ മൊഴിഞ്ഞു അറിയില്ല തന്നല്ല ഞാനോ സോദരൻ കാവൽക്കാരനോ. കായീൻ തൻ വാക്കുകൾ കേട്ടു ചൊന്ന കർത്തൻ, നീ ശപിക്കപ്പെടുമെന്നും ഈ ഭൂവിൽ. കായീൻ കരഞ്ഞു പറഞ്ഞു, കർത്താവേ, ശിക്ഷ എനിക്ക് താങ്ങാനാവതില്ലേ ഓർക്കണേ. കായീൻ കരഞ്ഞു പറഞ്ഞു, കർത്താവേ, ശിക്ഷ എനിക്കു താങ്ങാനാവതില്ല ഓർക്കണേ. ഇല്ല നിന്നെ ആരും കൊല്ലില്ലൊരിക്കലും, നിന്മേൽ കരം വയ്ക്കാൻ ആരും മുതിരില്ല. ഇല്ല നിന്നെ ആരും കൊല്ലില്ലൊരിക്കലും, നിന്മേൽ കരം വെക്കാൻ ആരും മുതിരില്ല. കർത്താവ് അടയാളം നൽകി എതും പേറി നോതുവെയിലിലേക്ക് അവൻ യാത്രയായി. ഇന്നും ആരായുന്നുണ്ടീശ്വരൻ മൗനമായി. എൻ്റെ മകനെ, എവിടെ നിൻ സോദരൻ? ഇന്നും ആരായുന്നുണ്ടീശ്വരൻ മൗനമായി. എൻ്റെ മകനെ, എവിടെ നിൻ സോദരൻ? സ്വന്തം സഹോദരനെ അറിയാത്തവൻ എങ്ങനെ ഈശനെ കാണുമെന്നോർക്കുവിൻ. സ്വന്തം സഹോദരനെ അറിയാത്തവൻ എങ്ങനെ ഈശ്വരനെ കാണുമെന്നോർക്കുവിൻ. താങ്ക് യു. താങ്ക് യു സാമങ്കിൾ. കേരളത്തിന്റെ നാടോടി പാരമ്പര്യവും കായൽ സംസ്കാരവും അടയാളപ്പെടുത്തുന്ന അനശ്വര സംഗീത രൂപമാണ് വഞ്ചിപ്പാട്ട്. വള്ളംകളിയുടെ ആവേശവും മലയാളിയുടെ ആത്മാവും ചേർന്ന് ജനിച്ച ഈ ഗാനരൂപം നമ്മുടെ സംസ്കാരത്തിന്റെ അഭിമാന ചിഹ്നമാണ്. ഇനി വേദി അലങ്കരിക്കാനായി എത്തുന്നത് കൊത്തന്നൂർ ചുണ്ടൻ.
എന്തോ Harpo hero 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 taka taka tom taka taka tom taka 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 tom taka taka tom taka taka tom taka 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 tom തോമാശ്രീക കേരളത്തിൽ ക്രിസ്തു മാർഗം കൊണ്ടുവന്നു തോമാ മാർഗം എന്നതിനു പേരും വന്നു ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ തോമാശ്രീക നമ്മുടെ നാട്ടിൽ അമ്പത്താണ്ട് വന്നണഞ്ഞു പള്ളികളെ സ്ഥാപിച്ചെൻപ നേരിടത്താ ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ കൊടുങ്ങല്ലൂർ പാലയൂരു നേരണാവ് നീലക്കേലം കോട്ടക്കാവ് കൊല്ലം പിന്നെ കോക്കാമംഗലം ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ പള്ളി എന്ന സഭയാണ് വിശ്വാസി സമൂഹമാണ് ഏഴുമാവ സമൂഹങ്ങൾ ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ കടന്നുപോയി കാലങ്ങളു വിശ്വാസികൾക്കെണ്ണം കൂടി തോമാ മക്കൾ പൊതുസ്ഥലം തേടി യാത്രയാ ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ മാർത്തോമ സൂറിയാനി ക്രിസ്ത്യാനികൾ പേരുകൾ പലവിധ നിലവിൽ വന്നു ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ഇമ്മാനുവേൽ അച്ഛന്മാരും വിശ്വാസികൾ ഒത്തുചേരുന്നു ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ചിരിച്ചും കളിച്ചും നമ്മൾ മശികായെ വരവേ കർത്തരുടെ മൂല്യങ്ങളെ ആഘോഷിക്കുന്നേ ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ
ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ സ്നേഹത്തിന്റെ പൊന്നോളങ്ങൾ ഓടി വന്നു പോണേരുന്ന യേശുവിന്റെ നവ്യാനം സേവിച്ചിടുമ്പോ ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ തെങ്ങോലാകൾ പൊന്നോലാകൾ മാടി മാടി വിളിക്കുന്നു തെന്നൽ വന്നു വെഞ്ചാമേ വീശിത്താരുന്നേ ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ അഭിമാനമായിരുന്ന കൊത്തന്നൂരു പള്ളിക്കുന്ന വിജയശീലാതിരെ മുന്നേറിയിടുന്നു ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ അഭിമാനമായിരുന്ന കൊത്തന്നൂരു പള്ളിയിരുന്നു വിജയശീലാളിരെ മുന്നേറിയിടുന്നു ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതൈതൈതോ 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 അപ്പോ ഹീറോ 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 താങ്ക് യു. കാണിച്ച കൊത്തന്നൂർ ചുണ്ടനെയും അതിന്റെ സംഘാടകർക്കും വലിയൊരു കൈയടി ഒന്നുകൂടെ കൊടുക്കാം. അടുത്തതായി സൗന്ദര്യത്തിന്റെ നൃത്ത ചുവടുകളുമായി വേദി കീഴടക്കുവാനായി വരുന്നു ഇമ്മാനുവൽ ഗേൾസ്. காந்தா வாழ்க்கைய பாரு அதுல அர்த்தம் 100 வாழ்க்கைய பாரு அதுல அர்த்தம் 100
സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാട്ടില് പറ്റും. ചത്തിന് അടിയെ പോട്ട് വിട്ടു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ആക്കുന്നേ? പറഞ്ഞൂടെ? നമുക്ക് ചെയ്യാം. എനിക്ക് അതൊന്നും കൂടെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ആരാ ഡാൻസ് അറിയാനാണ് ചെയ്യാം. ഞാൻ മട്ടൊക്കെ ചെയ്താൽ മതി. ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ ഉടലിലും പൂവിരിഞ്ഞു. അതിലായിരം ആശകളാകും പൊൻപലമേ. തേൻവണ്ട് മലരേ, തേൻവണ്ട് ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങോ ഉടലിലും പൂവിരിഞ്ഞു. അതിലായിരം ആശകളാകും പൊൻപലമേ. തേൻവണ്ട് മലരേ, തേൻവണ്ട് ഒരു മാറ്റമില്ല. പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ട്.
ബൈക്ക് ജമ്പ് ചെയ്യുന്നതോട് കൂടി 2 സൈഡിൽ നിന്നും എക്സ്പ്ലോഷൻ ഉണ്ടാവും. ബോംബുകൾ 3 കാറുകളെ ഓവർടേക്ക് ചെയ്ത് ബൈക്കിലുണ്ടാവും. കേൾക്കുമ്പോൾ തന്നെ ചാർജ് നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളര് അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് ഇതാ നീക്കറ എന്റെ അണ്ടറല്ല ആണല്ലേ? അതെല്ലോ. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. వచ్చి చంపేస్తుండాయి ఫీలింగ్స్ നിങ്ങൾ എങ്ങനെ ഡാൻസ് പഠിച്ചത്? പഠിച്ചത് വലിയതോ സ്ഥലത്താ. എവിടെ പഠിച്ചത് വലിയതോ സ്ഥലത്താന്ന്. അതാ എവിടാ? അൽഹംദുലില്ലാ പഠിച്ചല്ലോ. ഹൈറ്
എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാരും അടിച്ചു കയറി വാ. കുടുംബസമേതം വരണം. ഞാൻ കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നില്ല. അവസാനം കല്യാണം. Can I hear you? Please give him a big round of applause. చుట్టమల్లి చుట్టేస్తావే పొంటరి చూపు ఊరికే ఉండదు కాసేపు అస్తమానం నీలోకమే నామై మరపు చితనితే నువ్వే నన్నా
ഈ ഫെസ്റ്റിവൽ മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ ബിഷപ്പ് സമ്പത് കുമാർ ആൻഡ് ഫാമിലി സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. Bishop Sambat Kumar and family is with us. He is Bishop of Methodist Church. He is our neighbor. He is participating our celebration on behalf of Kottanur Emmanuel Marthoma Church. We welcome to our beloved Bishop and family. Thank you. കർപ്പൻ പെർഫോമൻസുമായി സ്റ്റേജിന് തീ കൊളുത്താൻ എത്തുന്നു നമ്മുടെ സ്വന്തം കൗമാരക്കാർ. മഴവിൽ ചേലാ നെഞ്ചോട് ചേർത്തവളാ പാടാ പാടാ മറക്കുവാൻ പാടാ അനുരാഗത്തീ കടലാ ശോകം വേണ്ട മോഹം വേണ്ട കൂട്ടായി ഞങ്ങളിലെ നിന്നെ വേണ്ടേ നിനക്കും വേണ്ട വല്ലാണ്ട് നനച്ചിടല്ലേ വാർദ്ധക്യായി നിങ്ങൾ സമ്മതിക്കാൻ വയ്യ. ഫാഷൻ ഇത്തിരി കൂടുണ്ട്. അല്ല എന്നൊരു ജനസംസാരം ഉണ്ടേ. ഗോവർദ്ധന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഹാർട്ട് കണ്ടീഷൻസ്, BP, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ, അങ്ങനെ എന്തെങ്കിലും? എനിക്കങ്ങനെ പ്രായമൊന്നുമായിട്ടില്ല. വെറും 31 വയസ്സുള്ള ഒരു ബാച്ചിലറാണ് ഞാൻ. എന്തോ ഇതത് ഇങ്ങനെ ഉണ്ടോ ഇത്? അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിൻ്റെ വേറൊരിത്, അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴുള്ള ഒരു ഇത്. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ ചായ പിടിക്കാൻ പോയല്ലോ. പിന്നെ ചായ മാത്രം ആക്കണ്ട, ഓരോ കുറ്റി പുട്ടും കൂടി പോരട്ടെ. 2 കുറ്റി പുട്ടും കൂടി പോരട്ടെ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. എന്റെ ഡാഡി പറഞ്ഞാലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. പാർവതി നമ്പ്യാർ. ഞാൻ പാർവതി നമ്പ്യാർ വിളിക്കുന്നു. പാർവതി നമ്പ്യാരല്ല, പ്രൈവറ്റ് നമ്പർ എന്നാ. എന്ത് കാണണം എന്ത് കാണേണ്ട എന്നത് നിങ്ങളുടെ ചോയ്സ്. ഇതിനായി ഡോക്ടർ അഗർവാൾസ് ഓഫേഴ്സ് പെയിൻലെസ് സ്വിച്ചർലെസ് ഐ സർജറി സെയിം ഡേ ഡിസ്ചാർജോടെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്റെ ഒരു മൂവിയിൽ തെറ്റ് എന്നിൽ നിന്നോ നിന്നിൽ നിന്നോ സംഭവിച്ചിരിക്കാം. എന്നാൽ ഓർക്കുക, ബന്ധം നമ്മുടേതാണ്. ശുഭദിനം. ഓണം വന്നേ, തിരുവാതിര കളി ഉണരുന്നേ, മേലേ മാനത്തും മാവോ പോകുന്നേ, തീരം ആയില്ലേ മലയാളക്കര അറിയുന്നേ, അപ്പോ യശോദൻ തുളിതാളം പിന്നുന്നേ. ചെണ്ടമേളക്കൊട്ടി കളിയാണ്, മുല്ലപ്പൂവ് ചൂടി വരവാണ്, സദ്യക്കൂട്ടങ്ങൾ ഒരുങ്ങാണ്, ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട്
ഒരുമിച്ച് നിന്നാട്ടെ. ഓണം വന്നേ തിരുവാതിര കളി ഉണരുന്നേ മേലേ മാനത്തും മാപ്പൂക്കുന്നേ നേരം ആയില്ലേ മലയാളക്കര അറിയില്ലേ ആർക്കോ ഇറോദൻ തുടിതാളം കേട്ടന്നേ കുറിയടി കുറുവടി വെടിയടി ചില്ലടി ചെണ്ടച്ചെങ്കില ചാഞ്ചാട്ടം അച്ചടി കിച്ചടി മധുര പച്ചടി കുത്തടി ആളൻ കൊണ്ടാട്ടം തകിലുകൾ കയ്യണ തുടികളിലെ കയ്യണ മനമിത് നിറയണ ചിരിയത് പടരണ നിറപറ പുലിയണ നിറയണ ഉണരണ തക 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 തക. എല്ലാവർക്കും ഒരു കൈയടി കൊടുത്തേ. Big round of applause to everybody who performed today. Very special note. പോൾ ഇപ്പൊ അവസാനിപ്പിക്കും. സോ വോട്ട് ഫോർ whoever you want to vote now. ഇപ്പൊ ഒരു 5 മിനിറ്റിൽ പോൾ അടയ്ക്കുന്നതായിരിക്കും. ആൻഡ് വി വിൽ നോ ഹൂ ദി ശ്രീമാൻ ആൻഡ് ശ്രീമതി ഈസ് സൂൺ. ഓണം ഒരു അനുഭവമായി മാറുന്നത് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ്. ചിലർക്ക് ഓണപ്പൂക്കളത്തിലൂടെ, ചിലർക്ക് ഓണസദ്യയിലൂടെ, ഊഞ്ഞാലാട്ടവും കൈകൊട്ടിക്കളിയും വള്ളംകളിയും പുലികളിയും തുടങ്ങി ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ പലതാണ്. ഇന്നത്തെ ഈ ആഘോഷം നമ്മൾ ഓരോരുത്തരിലും ഒരു അനുഗ്രഹപ്രദമായ ആഘോഷമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി പ്രസംഗത്തിനായി ബിന്ദു ആന്റിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓണം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മഹോത്സവമാണ്. ഇത് സമൃദ്ധിയുടെ ഉത്സവം മാത്രമല്ല, സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഓർമ്മകളുടെ ഉത്സവമാണ്. ഈ വർഷത്തെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ തീമായ ആർപ്പോ എന്നത് നമ്മുടെ ഉള്ളിലെ ആവേശം, സാംസ്കാരിക അഭിമാനം, കേരള പൈതൃകത്തോടുള്ള ശക്തമായ സ്നേഹം എന്നിവയെല്ലാം ഒരുമിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു ശബ്ദം തന്നെയാണ്. ഇന്നത്തെ ദിവസം ആർപ്പോയുടെ ശക്തിയും ആവേശവും പകർന്ന് നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട ജിജു ജോസഫ് അച്ഛൻ ഈ പരിപാടിയുടെ ആലോചന യോഗം മുതൽ ഇതുവരെയും നമ്മളോടൊപ്പം കൂടെ നിന്ന് വേണ്ട കൈത്താങ്ങൽ തന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ, ബഹുമാനപ്പെട്ട പ്രേമിനച്ഛൻ എന്നിവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ, യൂത്ത്, സേവികാ സംഘം, ഇടവ മിഷൻ തുടങ്ങിയ ഓരോ സംഘടനകളും അവതരിപ്പിച്ച ഓരോ പ്രോഗ്രാമുകളും ഇന്നത്തെ ദിവസം ആസ്വാദകരമായിരുന്നു. ഓരോ സംഘടനകളെയും പ്രത്യേകമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. കവിത അവതരിപ്പിച്ച സാമങ്കലിനോടുള്ള സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ സഹായിച്ചവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ മൈക്ക് സിസ്റ്റം, സ്റ്റേജ്, ഷാമിയാന, നമ്മുടെ വള്ളം, നമ്മുടെ അത്തപ്പൂക്കളം, പൂക്കൾ വാങ്ങുന്നതിനും അതിടുന്നതിനും ഗെയിംസിൻ്റെ നേതൃത്വം നൽകിയവർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ കൂപ്പൺ സെയിലിന് സഹായിച്ചവരുണ്ട്, കൂപ്പൺ എടുത്ത് സഹായിച്ചവർ, എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതുപോലെ ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച നമ്മുടെ ഇടവക സെക്രട്ടറി ബിജു തോമസിനോടും അതുപോലെ കൺവീനറായ സുമോജിനോടുമുള്ള നന്ദി സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. അവസാനമായി ആർപ്പോയുടെ ആവേശം എന്നും നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഈ കൾച്ചറൽ പ്രോഗ്രാംസ് ഇവിടെ അവസാനിക്കും. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും മറ്റ് ആളുകൾക്ക് വേണ്ടിയുള്ളതായ ഗെയിംസ് ഇവിടെ തന്നെ ആരംഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും ചെയ്യുന്നതാണ്. വടംവലിക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് പ്രായമുള്ള ആളുകൾ ആദ്യം ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ പങ്കുചേരുകയും ചെയ്യണം. ഇതുവരെ നമ്മൾ സമയത്ത് ക്രമീകരണങ്ങളെല്ലാം ഭംഗിയായി പൂർത്തീകരിക്കാനായിട്ട് സഹായിച്ചു. ഇതിൻ്റെ കൺവീനിയൻസായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ട സുമോജിനെയും പ്രിയപ്പെട്ട ബിന്ദുമാണിയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇടവക ചുമതലക്കാരും കേസാന സമിതി അംഗങ്ങളും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുക അവർക്ക്.
നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, യുവജന സഖ്യ അംഗങ്ങൾ, ഇടവ മിഷൻ, സേവികാ സംഘം എല്ലാവരും വളരെ കാര്യമായിട്ട് ഇന്നത്തെ പ്രോഗ്രാമുകൾ പങ്കുചേർന്നു. പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച എല്ലാം ഹൃദ്യമായിരുന്നു, ആസ്വാദികരമായിരുന്നു. പ്രത്യേകമായിട്ടുള്ള നന്ദി എല്ലാവരുടെയും പേര് അറിയിക്കുന്നു. ഇപ്പോൾ ഗെയിംസ് നടക്കുന്നതാണ്. അതിൻ്റെ ക്രമീകരണങ്ങൾ ആരാധന ലീഡ് ചെയ്യുന്നത്? ആദ്യത്തെ കുറച്ച് സെറ്റ് ഗെയിംസ് ഇവിടെ തന്നെയാണ് നടക്കുന്നത്. അതിന് ശേഷമായിരിക്കും നമ്മൾ വെളിയിലോട്ട് പോകുന്നത്. ആദ്യത്തെ കളി പിക്കിംഗ് ദ ചോക്ലേറ്റ്സ്, മിഠായി പറക്കലാണ്. അത് ഏജ് 3 to 6 കാറ്റഗറിയിൽ വരുന്നവർക്കാണ്. അത് സ്റ്റേജിൽ വെച്ച് തന്നെയാണ്. ഇപ്പോൾ ഉടൻ തന്നെ ആരംഭിക്കും. 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങൾ, 3 to 6 years between all kids എല്ലാം please come to the stage. Second game is category 11 to 14. The game will take place inside the Shamiana in front of the stage. Sack race will be the next game. That will be for the age category 15 to 17 years. All the kids between these ages please come under the Shamiana. We will set the track and then the game will begin immediately. For the ages 18 and above, we have a treasure hunt organized. It will be taking place inside the Shamiana and around the church venue. Requesting everyone to give their names for the particular game. Treasure hunt event is a special event, so a few people are already handfully picked. The remaining will be intimated soon. വടംവലി വെളി വെച്ചായിരിക്കും നടക്കുന്നത്. Tug of war will be for the age category 15 and above. Everybody above the age of 15 can participate for tug of war. It will be outside the church. There will be 4 teams with 10 participants in each team, and it will be a best of 3 match. So they will recite the rules once again for you all. While the Vadamvali is going on, I request all the senior members to have Onam Sadhya. Thank you. Thank you.